അല്ല, നമ്മളെ ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു കഥാപാത്രമോ ആണ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ആസ് എൻ ആക്ടർ നമുക്ക് കഴിയുന്നിടത്തോളം കാലം നമ്മുടെ ശരീരം ആ രീതിയിൽ ഫ്ലെക്സിബിൾ ആക്കി വെക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഫ്ലെക്സിബിൾ ആക്ടർ മമ്മൂക്കയാണ്. കാരണം ഞാൻ ഈ മമ്മൂക്കയുടെ ലാലേട്ടന്റെ പേര് പറഞ്ഞാൽ കൈയടി കിട്ടും എന്നുള്ളതുകൊണ്ട് പറയല്ല കേട്ടോ. നമ്മൾ ശരിക്കും ഇപ്പൊ മമ്മൂക്കേനെ നമ്മൾ ഏത് കഥാപാത്രമായിട്ട് കണ്ടാലും മൂപ്പര അതുപോലെ ഇരിക്കുന്നു തോന്നില്ല. നമുക്ക് ഇപ്പൊ അമരത്തിൽ അച്ചൂട്ടിയായിട്ട് കണ്ടാലും ഒരു തനി മുക്കുവനായിട്ട് തോന്നും. ഇപ്പൊ നമുക്ക് കിങ്ങിലെ കളക്ടറായിട്ട് കണ്ടാലും ശരിക്കൊരു അങ്ങനത്തെ ഒരാളായിട്ട് തോന്നും. അപ്പൊ ആ രീതിയിൽ മൂപ്പര് ഫിസിക്കലി അങ്ങനെ ഭയങ്കര ഈസിലി ക്യാരക്ടേഴ്സിലേക്ക് ലെൻഡ് ആവുന്ന ഒരാളാണല്ലോ. കമൽഹാസൻ സാറാണ്. അപ്പൊ എനിക്ക് അതൊക്കെയാണ് ഇൻസ്പിറേഷൻ. അപ്പൊ നാളെ ഒരു ഫിൽം മേക്കർ വന്നിട്ട് എന്റെ ക്യാരക്ടർ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് രാജീവൻ വേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാവുന്ന പോലെ അങ്ങനെ ആയിത്തീരാ. അപ്പൊ നാളത്തെ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ വാരണാസി എന്ന് പറയുന്ന സിനിമയിൽ മറ്റൊരു ലുക്കും ശരീരം ആ സിനിമ കാണുമ്പോൾ ഇപ്പൊ നിങ്ങൾ കാണുന്നത് ആമിർ അലിയുടെ ലുക്കാണ്. ഓക്കെ രാജുവേട്ടാ, എനിക്ക്